അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്നാൽ, യേശു തൊട്ടാൽ, യേശു വന്നാൽ, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. ന്യൂ ഇയർ സർവീസ് 2025 ഈ പുതുവർഷം നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. ഡിസംബർ 31 വൈകുന്നേരം 7:30 മുതൽ. സ്ഥലം ട്രാവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, കാര്യവട്ടം, തിരുവനന്തപുരം. കർത്താവിന്റെ ദാസൻ അപ്പോസ്തലൻ ജോൺ താരു ഈ മീറ്റിംഗുകളിൽ ശുശ്രൂഷിക്കുന്നു. നീ പറയുന്നത് ആത്മമണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്, നീ ഒരു ഫ്ലെയിംസ് ഓഫ് ഫയർ ആകാൻ പോവാ. കൂടുതൽ വിവരങ്ങൾക്ക് 0471 661 6666. ഈ മീറ്റിംഗുകളിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവിക സന്ദർശനം ഒരു വ്യക്തിക്കുണ്ടാകുമ്പോൾ ആ വ്യക്തിയെ അതിന് പൂർണ്ണമായി മാറ്റാനായി കഴിയും. എന്നാൽ ദൈവദിനം വായിക്കുമ്പോൾ നമുക്കൊരു സംഭവം അറിയാം. യേശു ഒരു വ്യക്തിയെ നോക്കി പറയുന്നു, ഈ വിശ്വാസം വലിയതെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് യേശു ആ വ്യക്തിയെ നോക്കി ഈ വിശ്വാസം വലിയതെന്ന് പറയുന്നത്? ആ വ്യക്തി ചെയ്ത എന്ത് കാര്യത്തിലാണ് കർത്താവിന് ഇത്രത്തോളം ഇഷ്ടം തോന്നി, ദൈവത്തിൻ്റെ പ്രവൃത്തി ആ വ്യക്തിയുടെ ലൈഫിൽ ചലിക്കുവാനിടയായി തീർന്നത്? അതൊരു ശതാധിപൻ്റെ കഥയാണ്, ശതാധിപൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യമാണ്. നമുക്കത് എന്താണ് കർത്താവ് അങ്ങനെ പറഞ്ഞതെന്ന് നോക്കാം. എന്തുകൊണ്ട് യേശുവിന് അദ്ദേഹത്തിൻ്റെ വാക്കുകളോട് ഇത്രത്തോളം ഇഷ്ടം തോന്നി? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ക്രമീകരിക്കേണ്ടതുണ്ടോ? ആ വലിയ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ നമ്മൾക്ക് കഴിയുമോ? നമുക്ക് ആ വചനത്തിലേക്ക് പോകാം. ഇത് നിശ്ചയമായി നിങ്ങളുടെ ലൈഫിനെ മാറ്റുവാനിടയാകും. നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. നമുക്ക് ദൈവിക സന്ദർശനം ഒരാളെ പരിപൂർണമായി മാറ്റിക്കളയും. ദൈവിക സന്ദർശനം ഒരാളെ പരിപൂർണമായി മാറ്റിക്കളയും. എൻ്റെ അടുക്കൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ തിരുവല്ലയിൽ, പാലക്കാടും തൃശ്ശൂരും എറണാകുളവും ഒക്കെ പോയ സമയത്ത് ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു. പേഴ്സണലി പറഞ്ഞ കാര്യമാണ്. അവരെന്നോട് പറഞ്ഞു, എന്നാണോ ഞാൻ യേശുവിനെ കാണാനിടയായത് അന്ന് മുതൽ എൻ്റെ ജീവിതം തലതിരിച്ചു വെച്ചതുപോലെയായിപ്പോയി. ആമേൻ. ഇപ്പോഴത്തെ ആഴ്ച തൃശ്ശൂർ എന്ന സമയത്ത് നിങ്ങൾ ആ പ്രോഗ്രാം കണ്ടോന്ന് എനിക്കറിയത്തില്ല. ഒരു സിസ്റ്റർ ആദ്യമായിട്ടാണ് പള്ളി വരുന്നത്, ആദ്യമായിട്ട് മീറ്റിങ്ങിന് വരുന്നത്. അവരെന്നെ നോക്കിയപ്പോൾ എന്നെ കണ്ടില്ല, അതിന് പകരം LED പോലെ തിളങ്ങുന്ന വെളുത്തൊരു മനുഷ്യൻ നിൽക്കുന്നു. അവരെന്നോട് പറഞ്ഞത് ആ ആള് ആകാശം മുട്ട നീളമുള്ള ആളാണ്. അവരെ ക്രിസ്ത്യാനിയും അല്ല, ഹിന്ദുവല്ല. എന്നാൽ യേശുവിനെ അറിയാത്ത ഒരാളാണ്. അവരെ രഹസ്യമായി പോയി ഇരുന്നതാണ്, പുറകിലെ മൂലയല്ല അറ്റത്ത് പോയിരുന്നയാള്. പക്ഷേ കർത്താവ് അയാളെ സന്ദർശിച്ചു. അവർ പറയുക, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. ആമേൻ. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ, ശബ്ദഹേർദ്ദ ഹല്ലേലൂയ പറഞ്ഞേ. തൃശ്ശൂർ മീറ്റിങ്ങിന് ഒരു സിസ്റ്റർ വന്ന് സാക്ഷ്യം പറഞ്ഞു. അവർ പറയുക, കഴിഞ്ഞ തൃശ്ശൂർ മീറ്റിങ്ങിൽ വെച്ച് അവരെ യേശുവിനെ മുഖാമുഖം കണ്ടു. ആ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വയറ്റിനകത്തൊരു ഭാരം ഉണ്ടായി. പിറ്റേ പ്രാവശ്യം ചെന്നപ്പോൾ യൂട്രസിൽ മഴയില്ല, ശരീരം തളരുമായിരുന്നു, ഒരു ചെവി കേൾക്കത്തില്ലായിരുന്നു, എല്ലാം സൗഖ്യമായി, ശരീരം മുഴുവൻ സൗഖ്യമായി. ഒന്ന് കൈയടിച്ചൊരു ആമീൻ പറഞ്ഞേ. അപ്പൊ സന്ദർശനങ്ങൾക്ക് വാല്യൂ ഉണ്ട്, ദൈവിക സന്ദർശനങ്ങൾക്ക് വാല്യൂ ഉണ്ട്. ഇന്ന് പകൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് ചിലരെ ദൈവം സന്ദർശിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ചിലരെ ദൈവം സന്ദർശിക്കട്ടെ. നിങ്ങളുടെ സ്ഥിതിഗതികൾ ഈ പകൽ മുഴുവൻ തലതിരിച്ചു വെക്കപ്പെടട്ടെ. ആ കൈകളൊന്ന് അടിച്ചു കർത്താവിനെ സ്തുതിച്ചേ. എപ്പോഴാണോ ദൈവിക സന്ദർശനം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, അപ്പോൾ മുതൽ അത്ഭുതങ്ങൾ സാധാരണമാകും. നിങ്ങളുടെ വീട് അത്ഭുതങ്ങളിൽ ജീവിക്കാൻ തുടങ്ങും.
വ്യാഴാഴ്ച ഞാൻ എറണാകുളത്ത് പ്രസംഗിക്കുമ്പോൾ നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് വരാം. മത്തായി സുവിശേഷം 8-ാം അധ്യായം അതിന് 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഒരു കഫർനഹൂമിൽ എത്തിയപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ഒരു ശതാധിപൻ ഒരാളെ പറഞ്ഞു വെച്ചു. ആ പറഞ്ഞു വെച്ച കാരണം ഇതാണ്: തൻ്റെ വീട്ടിലെ തൻ്റെ ബാല്യക്കാരൻ സുഖമില്ലാതെ കിടക്കുന്നു, രോഗിയായിരിക്കുന്നു. തൻ്റെ അടുക്കൽ വന്ന് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. അവൻ്റെ അടുക്കൽ വന്ന് പള്ളി പുരോഹിതന്മാർ വന്നിട്ട് അപേക്ഷിച്ചു പറഞ്ഞു, കർത്താവേ, അവൻ ഞങ്ങൾക്കൊരു പള്ളി പണിഞ്ഞു തന്ന ആളാണ്, അവൻ നാടിനെ സ്നേഹിക്കുന്നയാളാണ്. മത്തായിയിൽ അങ്ങനെ എഴുതിയിട്ടില്ല, എന്നാൽ നിങ്ങൾ ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ നമുക്കത് കാണാം, അവൻ അങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാം. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു കർത്താവ് അവനോടൊരു മറുപടി പറഞ്ഞു, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാം. 7-ാമത്തെ വാചകം നിങ്ങൾ ശ്രദ്ധിക്കോ, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാം എന്ന് പറഞ്ഞു. ആ സമയത്ത് യേശു കർത്താവിനോട് ആ ശതാധിപൻ പറഞ്ഞ വാക്ക് എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ആ വാചകം ഒന്ന് വായിക്കാം നിങ്ങൾക്ക്. കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. അടുത്ത വാക്ക്, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം. നിങ്ങൾ എന്ന് ശ്രദ്ധിക്കാവോ, ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റ് ആ മനുഷ്യൻ പറഞ്ഞേ. യേശുവിനോട് അവൻ പറയുക, കർത്താവേ, നീ എന്റെ വീട്ടിൽ വരണമെന്നില്ല, അല്ലെങ്കിൽ നീ എന്റെ വീട്ടിൽ വരണ്ട, പകരം നീ എന്ത് ചെയ്താൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി. എല്ലാവരും പറഞ്ഞേ, ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഒന്നും കൂടെ പറ, ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ബാല്യക്കാരൻ സുഖം വരും. യേശു അതിനെ നോക്കിയിട്ട് ഇങ്ങനെയാ പറഞ്ഞത്. ആ മനുഷ്യനെ ഭയങ്കര വിശ്വാസമാണ്. എന്താണ് ആ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞത്? അയാൾക്ക് ഭയങ്കര വിശ്വാസമാണ്. നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, കർത്താവേ, അതേ വിശ്വാസം തരണമേ എന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് നമുക്ക് പറയാൻ കഴിയുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാവോ? നിങ്ങളുടെ വീട്ടിലേക്ക് യേശു വരാമെന്ന് പറയുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാവോ? നിങ്ങളുടെ വീട്ടിലേക്ക് യേശു കർത്താവ് വരാമെന്ന് പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും യേശു കർത്താവെ വരണ്ട എന്ന് പറയുമോ? നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരാമെന്ന് പറയാണ്. നിങ്ങൾ ആരെങ്കിലും എന്നോട് വരണ്ടെന്ന് പറയുമോ? യേശു കർത്താവ് നേരിട്ട് പറയുക, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം, വീട്ടിൽ വരിക മാത്രമല്ല അവനെ സൗഖ്യമാക്കാം. യേശുവിനോട് പറയുക, കർത്താവേ, നീ വരണ്ട കർത്താവേ. യേശു വരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും യേശുവിനോട് വരണ്ട എന്ന് പറയുമോ? നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങൾ ഞാനും പറയത്തില്ല. എന്നിട്ട് അതിനപ്പുറത്തേക്ക് പറയുവോ? വരണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ പറയുവോ? കർത്താവ് പറയുക, അല്ലെങ്കിൽ ആ ശതാധിപൻ പറയുക, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. സത്യത്തിൽ എനിക്ക് ആ വാചകം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യം വന്ന ചിന്ത, ഞാനോ നിങ്ങളോ ആണ് ആ സ്ഥലത്തെങ്കിൽ ഒരു നാളും യേശു വരണ്ട എന്ന് പറയത്തില്ല. യേശു വരുന്നതിനെ ആഘോഷത്തോടെ ആ വീട് ഒരുക്കാനായി തുടങ്ങും. പക്ഷെ ഈ മനുഷ്യൻ പറയുന്നത്, യേശുവെ, നീ വരണ്ട, നീ വരണമെന്നില്ല, നീ വരണ്ട, പകരം നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. നീ വാക്ക് പറഞ്ഞാൽ മതി. നീ പറയുന്ന വാക്കിന് എന്റെ വീട്ടിൽ ചിലത് ചെയ്യാനായി കഴിയും. ഞാൻ നിങ്ങൾ എങ്ങനെയാന്ന് പറയാം, യേശുവേ വരണമേ. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം, യേശുവേ എൻ്റെ വീട്ടിൽ വരണേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണേ, എൻ്റെ സ്ഥിതികളെ മാറ്റാൻ വരണേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. യേശുവിനെ കാണാൻ കഴിയുന്നത് തെറ്റില്ല, യേശുവിനോട് വരാൻ പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയല്ല പ്രാർത്ഥിച്ചത്. പകരം, യേശുവേ, നിന്റെ വാക്കിനെ തരണമേ, നിന്റെ വാക്കിനെ തരണമേ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവേ, നീ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിന്റെ വാക്ക് മതി, നിന്റെ വാക്ക് മതി. കുറച്ചും കൂടെ കയറി പറഞ്ഞാൽ അവനെ ആ വാക്കിന്റെ പ്രത്യേകത അറിയാമായിരുന്നു. അവനൊരു കാര്യം അറിയാമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ അറിയാമായിരുന്നു, അവൻ പറയുന്ന വാക്കാണ് അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നത്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശൂന്യതയിൽ നിന്ന്, സകലതും തകർന്നതിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, പാഴും ശൂന്യമായതിൽ നിന്ന് ഉളവാക്കുന്നത് അവന്റെ വാക്കാണെന്ന് അവൻ അറിയാമായിരുന്നു. എന്നാൽ നിങ്ങളിലും എനിക്കുമുള്ള പ്രശ്നം എന്നാണെന്നറിയോ? ഫിസിക്കൽ പ്രസൻസ് വേണം. ആരെങ്കിലും ഒരാൾ വരണം, ആരെങ്കിലും ഒരാൾ തൊടണം, ആരെങ്കിലും ഒരാൾ വന്ന് തലോടണം, ആരെങ്കിലും ഒരാൾ പറയണം, ഭാരമില്ല എന്ന് പറയണം. എങ്കിൽ മാത്രമേ നമ്മുടെ അകത്ത് അത് നടക്കുമെന്ന് ചിന്ത വരത്തുള്ളൂ. എന്നാൽ ഈ മനുഷ്യന്റെ വിശ്വാസം എങ്ങനെയാണെന്നറിയോ? ആരും വരണ്ട, ആരും തൊടണ്ട, പകരം അവന്റെ വാക്ക് വന്നാൽ മതി. ആ വാക്കിനകത്ത് ദൈവശക്തി വ്യാപരിക്കും, ആ വാക്കിനകത്ത് ദൈവശക്തി വ്യാപരിക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ശബ്ദമേറെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Hallelujah. ദൈവത്തിന്റെ ശക്തി മാനിഫെസ്റ്റഡ് ആകുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു സഭയിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവശക്തി മാനിഫെസ്റ്റഡ് ആകുന്നത്, ഞാൻ നിങ്ങളോട് പറയാം, ഒരു വ്യക്തിയുടെ പ്രസൻസിൽ മാത്രമല്ല, പകരം അവന്റെ വാക്കുകളിലാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? Thank you, Jesus. ഞാൻ നിങ്ങളെ ഞെട്ടിക്കുന്ന ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാവോ, യേശുവേ നീ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പകരം നിന്റെ വാക്ക് എനിക്ക് തന്നാ മതി? പറയാൻ ധൈര്യമുണ്ടോ? എന്ന് പറഞ്ഞേ. എനിക്ക് ഭയങ്കര വിശ്വാസം വേണമെന്ന് പറയുന്ന ആളുകളല്ലേ നമ്മളെല്ലാം. യേശു വലിയ വിശ്വാസത്തിനെ പറഞ്ഞ കാര്യം പറഞ്ഞത്, യേശുവിനോട് പറഞ്ഞു നീ വരണ്ട കർത്താവേ, അതിന് പകരം നീ വാക്ക് പറഞ്ഞാൽ മതി. അതിനെയാ യേശു വലിയ വിശ്വാസം എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീട്ടിലേക്ക് ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞയക്കുകയാണ്, ഞാൻ ഇവിടെ ഒന്ന് പറയുവാ, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈകൊട്ടി സന്തോഷിക്കാൻ തുടങ്ങും. അതിന് പകരം സിസ്റ്ററെ ഞാനൊരു വാക്ക് പറയാം, നിങ്ങൾ വിശ്വസിച്ച് പോയിക്കോ എന്ന് പറഞ്ഞ് നിങ്ങൾ എത്ര പേര് വിശ്വസിച്ച് പോവും? പറ, നിങ്ങൾ എത്ര പേര് വിശ്വസിച്ച് പോവും? ഇപ്പൊ ബ്രദറിന് പണ്ടതുപോലെ ഒന്നും സമയമില്ല, ബ്രദറിന് പണ്ടത്തെ പോലെ സമയമില്ല, ഞങ്ങളെ തൊടാൻ സമയമില്ല, ഞങ്ങളോട് വർത്താനം പറയാൻ സമയമില്ല. ബ്രദർ തൊട്ടായിരുന്നെങ്കിൽ എന്ത് നടന്നേനെ. പക്ഷെ ബ്രദർ ഇപ്പോൾ പ്രസംഗിച്ചിട്ട് ബ്രദർ അങ്ങ് പോകും. എന്ത് ചെയ്യും? പ്രസംഗിച്ചിട്ട് ബ്രദർ പോകും. അതിൻ്റെ അർത്ഥം നിങ്ങൾ എൻ്റെ ഫിസിക്കൽ പ്രസൻസിനെയാണ് ഞാൻ പറയുന്ന വചനത്തെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത്. ഈ കാണുന്ന വ്യക്തിപരമായ ഞാൻ വരുന്നതിനെയാണ് ഞാൻ പ്രസംഗിക്കുന്ന വചനത്തെക്കാളും, ഞാൻ തൊടുന്നതിനെയാണ് ഞാൻ പ്രസംഗിക്കുന്ന വചനത്തെക്കാളും. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയ ഒരു ഹല്ലേലൂയ പറയാവോ? എന്നാൽ ആരാണോ ഈ ഫിസിക്കൽ പ്രസൻസ്, ഞാൻ വരുന്നതിനേക്കാൾ, ഞാൻ നിങ്ങളെ തൊടുന്നതിനേക്കാളും ആ വചനത്തിനകത്ത് ചിലത് ചെയ്യാൻ കഴിയുന്ന എന്ന് വിശ്വസിക്കുന്നത്, അവരാണ് വലിയ അത്ഭുതങ്ങളിലേക്ക് വരുന്നത്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ, ബ്രദറിന്റെ വ്യക്തിപരമായി കാണുന്നതാണോ പ്രാധാന്യം, അതോ ബ്രദർ പറയുന്ന വാക്കുകളാണോ പ്രാധാന്യം? നിങ്ങൾ എല്ലാ വാക്കുകളും എൻ്റെ എടുക്കാറുണ്ടോ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ നിങ്ങളെ തൊട്ടാൽ നിങ്ങളത് വിശ്വസിക്കും, ഞാൻ നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ് നിങ്ങൾ വലുതായി കാണുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന വചനത്തിന് അതേപോലെ ശക്തിയുണ്ടെന്നോ, ഞാൻ പറയുന്ന വാക്കുകൾ അതേപോലെ സംഭവിക്കുമെന്നോ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞാൻ പറയുന്ന വാക്കുകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങൾക്ക് അത്ഭുതങ്ങളെ തരാൻ കഴിയും. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാം, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയാം. എന്റെ വാക്കുകൾ എന്ന് പറയുന്നത് എന്താണ്? എന്റെ വാക്കുകൾ എന്താണ്? എന്റെ വാക്കുകൾ 1 യോഹന്നാൻ 2:27 വാക്യം പറയുക, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിച്ചു തരാൻ ആവശ്യമില്ല, അവന്റെ അഭിഷേകം തന്നെയാണ് ഉപദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഉപദേശിക്കുമ്പോൾ ഞാനല്ല നിങ്ങളെ ഉപദേശിക്കുന്നത്, പകരം എൻ്റെ വായിൽ വരുന്ന വാക്കുകൾ എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെതാണ്. അഭിഷേകം എന്തിനാണ്? മറ്റൊരാളെ സൗഖ്യമാക്കാൻ, മറ്റൊരാളെ വിടുവിക്കുവാൻ. എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നില്ല, പകരം എന്നിലുള്ള ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അഭിഷേകം സംസാരിക്കുന്നു. അത് ആരെങ്കിലും സ്വീകരിച്ചാൽ ആ നിമിഷം അയാൾ അത്ഭുതങ്ങളിലേക്ക് വരും. എന്റെ ഫിസിക്കൽ പ്രസൻസ്, ഞാൻ വ്യക്തിപരമായി നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ തൊടുന്നതിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ തൊടാം, അങ്ങനെ ചെയ്യാം, അങ്ങനെ സംഭവിക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരി കർത്താവ് പറയുന്നത്, അതിനെ വിശ്വാസം എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത്, വലിയ വിശ്വാസം എന്ന് പറയുന്നത് വാക്കുകൾക്കാണ് പ്രാധാന്യം, വചനത്തിനാണ് പ്രാധാന്യം. ആരാണോ വചനത്തെ അക്സെപ്റ്റ് ചെയ്യുന്നത് അവിടെയാണ് പ്രാധാന്യം. ഈ പകൽ നിങ്ങൾ അങ്ങനെ തന്നെ ആണ് എങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വ്യാപരിക്കാനായി തുടങ്ങും. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ, ശബ്ദമുയർത്തി ഹല്ലേലൂയ പറ. യേശു പറഞ്ഞു കണ്ടോ, മത്തായി 8:16 വാക്യം അവിടെ എഴുതിയിരിക്കുക, അവൻ വാക്കുകൾ കൊണ്ട് രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. എന്നാ ചെയ്തു?
വാക്കുകൾ കൊണ്ട് വാക്ക് അനുമോളങ്ങുന്നേ, വാക്കുകൾ കൊണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ അന്നമോളുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കേ, അവൾക്കൊരു പ്രശ്നമില്ല കൃപയാൽ. അല്ലെങ്കിൽ അന്നമോളെ ഒരു ഇരുട്ട് അറ്റാക്ക് ചെയ്യുന്നു, ഒരു പിശാചിന് ശക്തി അവളെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കേ. അവളങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല. അറ്റാക്ക് ചെയ്തതിൽ ഉദാഹരണം ഒരു നല്ല ആമീൻ പറഞ്ഞേ. യേശു ചെയ്തത് അവളെ തലയിൽ കൈവച്ചിട്ട് ആ അറ്റാക്ക് ചെയ്യുന്ന എല്ലാ കാര്യം മാറട്ടെ, രോഗം മാറട്ടെ, അസ്വസ്ഥ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ യേശു ചെയ്തതെന്ന്. പക്ഷെ നമുക്ക് തൃപ്തിയാവണമെങ്കിൽ തലയിലോട്ട് പിടിച്ചാലേ തൃപ്തിയാവത്തുള്ളൂ. അതിന് പകരം യേശു അവളെ നോക്കി ചില വാക്കുകൾ പറഞ്ഞു. യേശു ചില രോഗികളെ നോക്കി വാക്കുകൾ പറഞ്ഞു, ഭൂതഗ്രസ്തരെ നോക്കി വാക്കുകൾ പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അത് ഇതിന്റെ ചെവിയിലൂടെ കയറിയിട്ട് ഉള്ളിൽ വന്ന് പുറത്തുള്ള തൊണ്ടുപോലെ നിൽക്കുന്ന സകലതിനെയും പൊളിച്ചു കളഞ്ഞു. ആമേൻ. എന്ന് പറഞ്ഞ ഒരു കോഴിക്കുഞ്ഞ് അതിന്റെ തൊണ്ട് പൊട്ടിച്ച് പുറത്തു വരുന്നത് പോലെ. എങ്ങനെയാ പുറത്തു വരുന്നത്? അതിനെ ആ കോഴിമുട്ട എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ അത് വരത്തില്ല. പകരം അത് ചൂട് കൊടുക്കണം, അടയിരിക്കണം, അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിൽ വെക്കണം. കൃത്രിമമായിട്ടാണ് ഉണ്ടാക്കുന്നെങ്കിൽ ഇൻക്യുബേറ്ററിൽ വെക്കണം, അല്ലെങ്കിൽ കോഴിയുടെ അടിയിൽ ചൂട് വെക്കാനായിട്ട് വെക്കണം, അടയിരിക്കാനായി വെക്കണം. ആ ചൂട് തട്ടുമ്പോൾ ആ കോഴിക്കുഞ്ഞ് അതിനകത്ത് ഉരുവാകാനായി തുടങ്ങും. എന്നതുപോലെ ദൈവവചനം അകത്തേക്ക് വരുമ്പോ നിങ്ങളെ അകത്ത് അടച്ചു കളഞ്ഞ്, നിങ്ങളെ മൂടിക്കളഞ്ഞ്, സകല ശല്യങ്ങളും പൊട്ടിയിട്ട് നിങ്ങൾ പുറത്തു വരാനായി തുടങ്ങും. അതിന് നിങ്ങൾക്ക് വേണ്ടത് ജോൺ ദാരു ബ്രദർ കൈവച്ചും പ്രാർത്ഥിക്കുന്നൊക്കെ നല്ലത്. പക്ഷെ അതിനേക്കാളുപരി വേടകത്ത് വന്നാൽ അത്ഭുതങ്ങൾ തനിയെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് വചനം ധ്യാനിക്കുമ്പോഴും അത്ഭുതങ്ങൾ ഉണ്ടാകാം. നിങ്ങളിരുന്ന് വീട്ടിൽ ഇരുന്ന് വചനം കേൾക്കുമ്പോഴും അത്ഭുതങ്ങൾ ഉണ്ടാകാം. വീട്ടിൽ ഇരുന്ന് വചനം ഉരുവിടുമ്പോൾ അത്ഭുതം ഉണ്ടാകാം. കാരണം വചനം നിങ്ങളിൽ ക്രിയ ചെയ്താൽ നിങ്ങളുടെ ചങ്ങലകൾ പൊട്ടിപ്പോകും. അതിന് നമ്മളെങ്ങനെയാണെന്നറിയോ? നമ്മളെങ്ങനെയാന്ന് ഞാൻ പറയാം. 1 മണിക്കൂർ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പലരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. നല്ലതാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്. 1 മണിക്കൂറോ 2 മണിക്കൂറോ പ്രാർത്ഥനയിൽ വളരെ നല്ലതാ. എന്നാൽ ചിലരങ്ങനെയാണെന്നറിയോ? അവർ എൻ്റെ കർത്താവേ എൻ്റെ അവസ്ഥ അറിയാമല്ലോ എന്ന് വെച്ചുകൊണ്ട് 1 മണിക്കൂർ ഇരിക്കും. വേണമെങ്കിൽ അത് കരഞ്ഞ് 1 മണിക്കൂറോ 2 മണിക്കൂറോ പോകും. കർത്താവേ എന്താ എൻ്റെ അവസ്ഥ മാറുന്നത്, എന്താ എൻ്റെ കൈവിടാതിരിക്കുന്നത്, എത്ര നാളായി കർത്താവേ, എത്ര നാളായി അപ്പ ഇത്, ഇങ്ങനെ പറഞ്ഞിരിക്കും ചിലരെ. നിങ്ങളെന്തൊന്നും മിണ്ടാത്തേ? അങ്ങനെ ചെയ്യുന്ന ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും മിണ്ടാത്തത്. എന്നാൽ ഞാൻ അവരോട് പറയാം, നിങ്ങൾ കുറച്ചു നേരം ബൈബിൾ വായിക്കേ. സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തതിന് തുല്യമായിരിക്കും വായിക്കണൊക്കെ. ഉറക്കഗുളിക കൊടുക്കണൊക്കെ നല്ലതാണ്. അവരോട് എന്ത് പറയുന്നത്? ബൈബിൾ വായിക്കാൻ പറയുന്നത്. ഉറക്കം വരാത്ത ആളുകള് ഒരിക്കലും ഒരാൾ പറയുമോ എന്നോട്, ഉറക്കം വന്നില്ലെങ്കിൽ കുറച്ചു നേരം നിങ്ങൾ ബൈബിൾ വായിക്കും, പിന്നെയും ഉറങ്ങിക്കോളും ബ്രദർ. എന്ത് ചെയ്യും? ഉറക്കം വന്നില്ലെങ്കിൽ എന്താ മിണ്ടാത്ത? നിങ്ങൾ കുറച്ചു നേരം ബൈബിൾ വായിക്കും, അതോടെ എന്ത് ചെയ്യും? നിങ്ങൾ ആരെങ്കിലും ഇന്ന് ബൈബിൾ കൊണ്ടുവന്നിട്ടുണ്ടോ? കുറച്ച് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. ചിലർക്ക് ഫോണില്ല ബൈബിൾ. രണ്ടായാലും കുഴപ്പമില്ല. നിങ്ങളുടെ വീട്ടിൽ ബൈബിൾ എവിടെ ഇരിക്കുന്നതെന്ന് അറിയോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ, എവിടെ ഇരിക്കുന്നതെന്ന്. ഓർമ്മ വരുന്നില്ല. എവിടോ വെച്ചിട്ടുണ്ട് ഞാൻ. ഞായറാഴ്ച ധാരണ എടുക്കുന്നേ, ഇന്ന് ഞായറാഴ്ച എടുത്തുമില്ല. അതിന് അർത്ഥം അത്രേ പ്രയോറിറ്റി വേർഡിനെ ഞാൻ കൊടുക്കുന്നുള്ളൂ. വേർഡ് എൻ്റെ അകത്ത് വന്നാൽ, ദൈവവചനം അകത്ത് വന്നാൽ, വചനം അകത്ത് കയറിയാൽ എൻ്റെ പുറമേയുള്ള തൊണ്ട, ചങ്ങലകൾ, ബന്ധനങ്ങൾ, പ്രശ്നങ്ങൾ അഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയുന്നില്ല. അതിന് വേണ്ടത് ആരെങ്കിലും ഒന്ന് തൊടണം, ആരെങ്കിലും വീട്ടിൽ കയറണം. ബ്രദറെ വീട്ടിലോട്ടൊന്ന് വരണേ. ബ്രദർ വലത്തെ കാലൊന്ന് ചവിട്ടിയ എടവേ, നീ ശ്രദ്ധിക്കേ. നീ പ്രശ്നങ്ങൾ വരുമ്പോ ദൈവവചനത്തിനോടൊപ്പം ഇരുന്ന് അതിനെ ധ്യാനിക്കേ. ഞാൻ നിങ്ങളോട് പറയാം, ഒരു ബാധയും നിന്റെ വീട്ടിനകത്തേക്ക് കയറത്തില്ല. യേശുവിൻ്റെ ഫിസിക്കൽ പ്രസൻസിനെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ ആ ശതാധിപൻ പറയുന്നൊരു കാര്യമുണ്ട്. അതേപോലെ തന്നെ യേശുവിൻ്റെ വാക്കുകൾക്കും പ്രാധാന്യമുണ്ട് എന്ന്. യേശുവിൻ്റെ വാക്കുകൾക്ക് ചിലതിനെ ഉളവാക്കാനായി കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ദൈവം തൻ്റെ വചനത്താൽ സകലത്തെയും ഉളവാക്കിയെന്ന്.
യോഹന്നാനിൽ നമുക്ക് കാണാൻ കഴിയും വചനം ജഡമായി തീർന്നുവെന്ന്. ആ വചനത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം എന്നത് ഒരു വ്യക്തി മനസ്സിലാക്കുമ്പോഴാണ് ഈ വചനത്തിന് എൻ്റെ ലൈഫിൽ ചിലത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നത്. നമ്മൾ വായിക്കുന്ന ദൈവവചനം, നമ്മൾ അത് വായിച്ചു വിടുമ്പോൾ ആ ദൈവവചനത്തിൻ്റെ ശക്തിയെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഈ വചനമാണ് ചിലതിനെ ഉളവാക്കിയത്. യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് മതി തൻ്റെ രോഗിയായി കിടക്കുന്ന ആ ബാല്യക്കാരൻ എഴുന്നേൽക്കാൻ മതിയെന്ന് അദ്ദേഹം വിശ്വസിക്കാനിടയായി. യേശു വരാമെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം പറയുക, ആ വാക്കുകൾക്ക് ചില ശക്തിയുണ്ടെന്ന് എനിക്കറിയാം, ആ വാക്കിനെ അയച്ചാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി, ആ വ്യക്തി സൗഖ്യമാകും. ഇതേപോലെ നമ്മളുടെ കൈകളിൽ തന്നിരിക്കുന്ന ദൈവവചനത്തിന്, നമ്മൾ കേൾക്കുന്ന ദൈവവചനത്തിന് എൻ്റെ ലൈഫിലായിരിക്കുന്ന സകല കാര്യത്തെയും ക്രമീകരിക്കുവാനായി കഴിയും. നിങ്ങളുടെ ലൈഫിലായിരിക്കുന്ന സകല കാര്യത്തെയും ക്രമീകരിക്കാനായി കഴിയും. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ അളവിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ആ മനുഷ്യനെ നോക്കി കർത്താവ് പറയുക, ഈ വ്യക്തിയുടെ വിശ്വാസം വലിയതാകുന്നു. യേശു ആ വീട്ടിൽ പോയില്ല. അവൻ വീട്ടിൽ ചെന്നപ്പോൾ ആ ബാല്യക്കാരൻ സൗഖ്യമായി. ഹല്ലേലൂയ. ഇതുപോലെ ക്രിസ്തുവിൻ്റെ വചനത്തോടൊപ്പമായിരിക്കാൻ, ആ ദൈവവചനത്തിൻ്റെ ശക്തിയെ ജീവിതത്തിലുടനീളം അനുഭവിക്കാൻ നമ്മുടെ ലൈഫിനൊരു മാറ്റം വേണ്ടേ? നമ്മുടെ ചിന്താഗതികൾക്കൊരു മാറ്റം വേണ്ടേ? കർത്താവ് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. പലപ്പോഴും അത്ഭുതങ്ങൾക്ക് വേണ്ടി ഓടുന്നവരാണ്, പക്ഷേ ആ വചനത്തെ അവൻ നമ്മുടെ കൈകളിൽ തന്നിരിക്കുക, നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ്. മെയിൻ അതിന് ചിലതിനെ ഉളവാക്കാനായി കഴിയും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദർ, ഈ അമ്മയുടെ പേര് ഓമന വർഗീസ്, മല്ലപ്പള്ളിയിൽ നിന്ന് വരുന്നു. അമ്മയ്ക്ക് പറയാനുള്ളത്, അമ്മയുടെ മൂത്ത മകൻ റിച്ചാർഡിന് ഭവനമില്ലായിരുന്നു 3 വർഷത്തോളമായിട്ട്. പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായ ഒരു ഭവനത്തെ നൽകി എന്നാണ് പറയുന്നത്. പിന്നെ പറയാനുള്ളത്, അമ്മയുടെ ഇളയ മകൻ റൊണാൾഡിന് ജോലിയില്ലായിരുന്നു. അതും വിശ്വാസത്തോടു കൂടി പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ജോലി നൽകി എന്നാണ് പറയുന്നത്. കൈയടിച്ച് കർത്താവിനെ ആമേൻ പറഞ്ഞു. വീട് നൽകപ്പെട്ടു, ജോലി നൽകപ്പെട്ടു. സന്തോഷമായിട്ട് പോവാം. ബ്രദറെ, ആൻറ്റിയുടെ പേര് വിമലമ്മ, ചെങ്ങന്നൂർ ചർച്ചിൽ വരുന്നതാണ്. 22 വർഷത്തിന് മുമ്പ് ഈ അമ്മയ്ക്ക് ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. 22 വർഷം മുൻപ് മുഴയുണ്ടായിരുന്നു. അത് ഓപ്പറേഷൻ ചെയ്ത് മാറി. എന്നാൽ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അതേ സ്ഥലത്ത് പിന്നെയും ഒരു തടിപ്പുണ്ടായതായിട്ട് അമ്മയ്ക്ക് കാണുവാനിടയായി. എന്നാൽ നമ്മളുടെ 13/10/24 ജീസസ് ടൈമിൽ ബ്രദർ പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് ഒരു ആൻറ്റിയോട് സാക്ഷീകരിച്ചു, നിങ്ങളുടെ വയറ്റിലെ മുഴ ഇപ്പോൾ മാറിപ്പോവുകയാണെന്ന് സാക്ഷീകരിച്ചു. അപ്പോൾ തന്നെ ഈ അമ്മ വിശ്വാസത്തോടെ അവിടെ കരം വെച്ചു പ്രാർത്ഥിച്ചു. എന്നാൽ ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു തടുപ്പില്ല എന്നാണ് സാക്ഷി. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. വിശ്വാസം അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് പറ. കരമീർത്തി പറഞ്ഞ വിശ്വാസം അത്ഭുതങ്ങളെ ചെയ്യും. ഇന്ന് പ്രാർത്ഥിക്കുന്നതിനൊക്കെ മുമ്പ് വരെ മഴയുണ്ടായിരുന്നു. ഒരു മാസത്തോളമായി ഇപ്പൊ അങ്ങനെ അനുഭവം. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. സന്തോഷത്തോടെ പറയട്ടെ. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നന്ദി പറയുകയാണ്. യേശുവിൻ്റെ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ വചനം കേൾക്കുമ്പോൾ പല രോഗികളും സൗഖ്യമായി. അല്ല, അന്ന് ശുശ്രൂഷിക്കുന്ന വ്യക്തി പറയുകയാണ്, നിന്റെ രോഗം സൗഖ്യമായി, കർത്താവ് നിന്നെ തൊട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൽ ഉറപ്പോടെ പോകുന്ന ഒരു വ്യക്തി നിശ്ചയമായും ആ സൗഖ്യത്തെ അനുഭവിക്കാനിടയാകും. നിങ്ങൾ വായിക്കുന്ന ദൈവവചനത്തിന് ചിലത് നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരാനേ കഴിയും. അതുകൊണ്ട് കണ്ണുകളെ അടച്ചാട്ടെ, എന്നിട്ട് പറഞ്ഞാട്ടെ, ജീവിക്കുന്നൊരു ദൈവമുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾക്ക്, സകല പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാകുന്നു. നിങ്ങൾ ഏത് പ്രതിസന്ധിയിലാണോ ആയിരിക്കുന്നത്, ഏത് പ്രശ്നത്തിലാണോ ആയിരിക്കുന്നത്, ഏത് രോഗത്തിലാണോ ആയിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്ന ദുഃഖം എന്താണ്, പൂർത്തീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങളെ തളർത്തി കളയുന്ന സാഹചര്യം എന്താണ്, ഏത് തന്നെയാണെങ്കിലും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്താട്ടെ. അപ്പോൾ അതിനെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഇവർ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുമ്പോൾ, അല്ല വിശ്വാസത്തോടെ ദൈവശക്തിയുടെ അടുക്കലായിരിക്കുമ്പോൾ, കർത്താവെ ഇവരുടെ ലൈഫിലായിരിക്കുന്ന സകല പ്രയാസങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ അപ്പാ. ഇരുട്ടിൻ്റെ ബലങ്ങളും നീങ്ങിപ്പോകട്ടെ അപ്പാ. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ, രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ അപ്പാ.
പ്രത്യേകിച്ച് പ്രായമായ ഒരു കർഷകനെ കാണാം. അദ്ദേഹത്തിൻ്റെ ശരീരത്തോട് വാദിക്കുന്ന, അസ്ഥികളോട് വാദിക്കുന്ന എല്ലാ രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോവാൻ കൽപ്പിക്കുന്നു. ഒരു സഹായം കൂടാതെ നടക്കാൻ കഴിയത്തില്ല, ഒരു കാര്യവും ചെയ്യാൻ കഴിയുന്നില്ല. ജോയിൻസുകളിലെല്ലാം വേദനയാണ്, ശരിയായ വിധത്തിൽ നിൽക്കാൻ കഴിയത്തില്ല. കർത്താവെ, ആ വ്യക്തി പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. ആ വ്യക്തി പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ. ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. വിറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണാം. കർത്താവ് ആ വ്യക്തിയെ സൗഖ്യമാക്കിയാണ്. വിറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണാം. കർത്താവ് ആ വ്യക്തിയെ സൗഖ്യമാക്കിയാണ്. അപ്പാ, നിൻ്റെ കൃപയ്ക്കായി നന്ദി അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി അപ്പാ. അതേപോലെ എനിക്കൊരു കാഴ്ച കാണാം. ചെടി നടുന്ന സമയത്ത് എന്തോ അലർജിയാണോ കടിക്കുകയാണോ ചെയ്തിട്ട് കയ്യിൽ നീരുമായിട്ട് ആ പ്രയാസത്തോടായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ആ നീര് വറ്റിപ്പോകേണ്ട സമയം കഴിഞ്ഞിട്ടും ആ കൈകളിലെ ആ പ്രയാസം മാറുന്നില്ല, ആ നീര് വറ്റിപ്പോകുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ നിൻ്റെ അത്ഭുത സൗഖ്യം ആ കൈകളിൽ ചലിക്കട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്നു. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവിൻ്റെ കൃപ ചലിക്കട്ടെ, അവിടുത്തെ കൃപ ചലിക്കട്ടെ അപ്പാ. അതേപോലെ കർത്താവെ, എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്ന പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും നിൻ്റെ കൃപ ചലിച്ചതിനായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ നിറവിൽ ഓരോ ദിവസവും ആയിരിക്കാം. ഗോഡ് ബ്ലസ് യു.